ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. വളരെ ലാളിത്യ ജീവിതത്തിന്റെ കൂടി ഉടമയാണ്. അദ്ദേഹം ഒരു ഫൈള് കൂടിയാണ് എന്നും അറിയാൻ സാധിച്ചു. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ജമാലുല്ലൈലി മുഹമ്മദ് കോയ ജമാലുല്ലൈലി തങ്ങൾ കോഴിക്കോട് ഖാളി അദ്ദേഹത്തിന്റെ ആശംസ പ്രസംഗം ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ചെറിയ നസീഹത്ത് ഇന്ന് ബാബു റയ്യാനിൽ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് അബ്ദുൽ ബാരി ഹുദവി നോൻപിന്റെ ആത്മാവ് എന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ക്ലാസ് എടുക്കുക. അതിനു മുമ്പായി ഇൻഷാ അല്ലാഹ് ആദ്യമായി ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളുടെ ഐഡിയിലാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഉള്ളത്. തങ്ങളാറുണ്ടല്ലോ അല്ലേ? നൂറുന്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അവിടെ തങ്ങൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് റൈസ് തന്നെ ചെയ്യണം. ബഹുമാനപ്പെട്ട നൂറുന്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടാവുമോ? നൂറുദ്ദീൻ തങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കണില്ല. റഹ്മാൻ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളുടെ ഐഡിയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ ജമാലുല്ലൈലി തങ്ങൾ കോഴിക്കോട് ഖാളി അദ്ദേഹം സംസാരിക്കും. വളരെയധികം സന്തോഷമുണ്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇത്രയും വളരെ തിരക്കുള്ള ഈ സമയത്തും കുറച്ച് സമയം മാറ്റിവെച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി തങ്ങളെ മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ സംസാരത്തിന് ശേഷം നമ്മുടെ ബാബു റയ്യാൻ സോങ് പ്ലേ ചെയ്യുകയും അതിനുശേഷം അബ്ദുൽ ബാരി ഹുദവി മൈക്കിലേക്ക് വരികയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى إلى آخر الآية. صدق الله مولانا الكريم. പ്രിയങ്കരായ പ്രേക്ഷകരെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിന്റെ പവിത്രമായ ദിനങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സർവശക്തൻ നമ്മളിൽ കബൂൽ ചെയ്യുകയും 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധ റമളാനിൽ പവിത്രമായ ദിനരാത്രങ്ങളെ അറിയിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. 10 ദിവസത്തോളമായി നടന്നു വരുന്ന പരിശുദ്ധ റമളാനിലെ ബാബു റയ്യാൻ ക്യാമ്പിന്റെ രാവിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റമളാനിലെ ഓരോ രാത്രികളും ഓരോ പകലുകളും വിലപ്പെട്ടതാണ് എന്ന് മാത്രമല്ല വീണ്ടെടുക്കാൻ പറ്റാത്ത ഒന്നാണ്. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം പങ്കിട്ട പലരും ഇന്ന് നമ്മളിൽ ഇവിടെ പറഞ്ഞിരിക്കുക. വരും വർഷങ്ങളിൽ ആർക്കൊക്കെയാണോ ഒന്നിച്ച് പങ്കെടുക്കാനോ ഇതുപോലെ സംഗമിക്കാനോ സാധിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്കൊന്നും പറയാൻ സാധ്യമല്ല. സർവശക്തൻ ഇനിയുള്ള റമളാനുകൾ പല റമളാനുകളിലും ഒരുമിച്ചുകൂടാനും സമ്മതിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മനുഷ്യനെ ആത്മീയമായി സംസ്കരിച്ചെടുക്കുന്ന ഓരോ രാപ്പകലുകളാണ്. ആത്മീയ സംസ്കരണത്തിന്റെ മാസം എന്നാണല്ലോ ഈ പരിശുദ്ധ റമളാൻ. റമളാൻ എന്നതിന്റെ അർത്ഥം തന്നെ പാവങ്ങളെ കരിച്ചു കളയുന്നത് എന്നാണ് അതിന്റെ ഭാഷാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാപങ്ങളെ കരിച്ചു കളയുന്ന ഈ മാസത്തിൽ 10 മടങ്ങ് പ്രതിഫലം അല്ലാഹു നമുക്ക് ഓഫർ ചെയ്ത ഈ മാസത്തിൽ റമളാന്റെ അടുത്ത ആഴ്ചയിൽ റമളാനോട് അടുത്ത ശഅബാന്റെ അവസാന വാരത്തിൽ ഹബീബായി തങ്ങളുടെ ഒരു പ്രഭാഷണം, അത് തന്നെ നിങ്ങൾക്കിത് ആഗതമായിരിക്കുന്നു. ഒരു മാസം, ആ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പുണ്യങ്ങൾക്ക്, ഫർളായ പുണ്യങ്ങൾക്ക് 70 ഫർളുകൾ നിർവഹിക്കുന്നതിന്റെ പ്രതിഫലവും ഒരു സുന്നത്തായ ഒരു ചര്യ പുണ്യം നിർവഹിക്കുന്നതിന് ഒരു ഫർദ് നിർബന്ധമായ പുണ്യം നിർവഹിക്കുന്നതിന്റെ പ്രതിഫലം നൽകാമെന്ന് ഹബീബായ തങ്ങളെന്ന് ശഅബാന്റെ അവസാന വാരത്തിൽ ആ പ്രഭാഷണത്തിൽ വിശദീകരിക്കേണ്ടായി. പരിശുദ്ധ റമളാനിന്റെ ഓരോ രാപ്പകലുകളും നമുക്ക് പാപങ്ങൾ പൊറുക്കാനും ഇരക്കാനുമുള്ള സമയമാണ്. ആദ്യത്തെ 10 അള്ളാഹുവിനോട് നാം തേടി
അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹു എനിക്ക് കരുണ ചെയ്യണേ. അതോടൊപ്പം തന്നെ ഓരോ തുടക്കത്തിൽ തന്നെ നാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. സ്വർഗ്ഗത്തെ തേടുന്നു, നരകത്തിൽ കാവൽ തേടുന്നു എന്നൊക്കെ അല്ലാഹുവിനോട് നാം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മധ്യത്തെ പത്തിലാണ് നാം ഉള്ളത്. അവലു റഹ്മത്തുൻ, ആ റഹ്മത്ത് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള 10 ഔസത്തുഹു മഗ്ഫിറത്തിൻ, മഗ്ഫിറത്തിന്റെ 10, പാപത്തിൽ നിന്ന് പൊറുക്കലിനെ തേടേണ്ട 10. അല്ലാഹു ഫില്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, കുറച്ചോനെ എനിക്ക് പുറത്തു തരണേ. ഈ മധ്യ 10ലാണ് നാം ഉള്ളത്. ഈ വായത്തങ്ങൾ മഗ്ഫിറത്തിന്റെ 10 എന്ന് വിശേഷിപ്പിച്ച മധ്യ 10ലാണ് നാം നിലകൊള്ളുന്നത്. ഈ സമയങ്ങളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ആരും തന്നെ തെറ്റിൽ നിന്ന് മുക്തമല്ല. ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒന്ന് കാണാം. അതിലൊക്കെ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാനുള്ള നമുക്ക് ഈ ചില സന്ദർഭം ഈ സമയം നാം ഉപയോഗപ്പെടുത്തുകയും ഇടപെട്ട നമ്മുടെ ഓരോ സമയങ്ങളിലും വേണ്ടി ഉപയോഗപ്പെടുത്തി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി ഈ മാസത്തിൽ നിന്ന് വിരമിക്കൽ നമ്മുടെ പാപങ്ങളെ പുറത്തുകൊണ്ടായിരിക്കണം. അതാണ് ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ കയറി 3 ആമീൻ പറഞ്ഞിറങ്ങിയപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്തായിരുന്നതിന്റെ രഹസ്യം? നബി തങ്ങൾ പറഞ്ഞു, മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വന്നു, എന്നിട്ട് എന്നോട് പ്രാർത്ഥിച്ചു. മഹത്തായ മാസം കടന്നു വന്നു. ആ മാസത്തിൽ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാതെ ആരെങ്കിലും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാസത്തിൽ വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരുണ്യത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവനേക്കുണ്ടാവരുത്, ആ ലഹനത്തുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. വളരെ ഗൗരവമായ പ്രാർത്ഥനയാണ്. മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് പ്രാർത്ഥിച്ചത്. ഹബീബായ മുത്തുനബി തങ്ങളാണ് ആമീൻ പറഞ്ഞത്. ആമീൻ എന്ന പദത്തിന്റെ അർത്ഥം ഉത്തരം ചെയ്യണേ എന്നൊരു ദുആയാണ്, പ്രാർത്ഥനയാണ്. വളരെ ഗൗരവമായ ആ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഈ മാസം വിട പറയുന്നതിനോടൊപ്പം നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരണേ എന്ന് നാം ഓരോരുത്തരും മുന്നോട്ട് പ്രാർത്ഥിക്കാം. എന്റെ ശബ്ദം ക്ഷമിക്കുന്നതിന്റെ പ്രേക്ഷകർ നമുക്കൊക്കെ വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, നാട്ടിന് വേണ്ടി, വിശേഷ നമ്മുടെ നേതാക്കന്മാർ, സംസ്ഥാന ജമീയത്തുലമയുടെ സമുന്നതരായ നേതാക്കന്മാർ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. മൺമറഞ്ഞ നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ബാബുർ റയ്യാൻ എന്ന ഈ ക്യാമ്പയിന് സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് സർവശക്തൻ ഇതിന്റെ മുന്നണി പ്രവർത്തകർക്ക് തക്ക പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളും സമരിക്കുന്നു. അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെയധികം സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലി തങ്ങൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി അദ്ദേഹത്തിന്റെ തിരക്ക് പിടിച്ച ഈ സന്ദർഭത്തിലും അല്പനേരം സംസാരിച്ചു. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ അതിന്റെ ബർക്കത്ത് ലഭിച്ചു. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ ദറജ ദുനിയാവിലും ആഖിറത്തിലും ഉയർത്തട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉന്നതമായ സ്ഥാനം ദുനിയാവിലും ആഖിറത്തിലും തങ്ങൾക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യാം. തങ്ങളുടെ ശ്രമങ്ങളൊക്കെ അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ വളരെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ സഹിച്ചുകൊണ്ട് ഈ തങ്ങൾ ഇത്തരം ആളുകളുടെ അടുക്കൽ ഇതൊക്കെ ലൈവായി എത്തിച്ചു തരാൻ വേണ്ടി അദ്ദേഹം ശ്രമങ്ങൾ നടത്തുന്നു. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ, മനസ്സിലെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല എത്രയും വേഗം നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ റയ്യാൻ സോങ് പ്ലേ ചെയ്യണം. ആരാണ് പ്ലേ ചെയ്യുന്നത്? അതാണ് അതിന്റെ മര്യാദ. അത് ഇസ്മായിൽ അരീക്കാട് ഇൻഷാ അല്ലാഹ് പ്ലേ ചെയ്യും. അതിനുശേഷം അബ്ദുൽ ബാരി ഹുദവി മൈക്കിലേക്ക് വരണം എന്ന് അറിയിക്കുന്നു. നാളെ ഇൻഷാ അല്ലാഹ് ബാബു റയ്യാൻ സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അലവിക്കുട്ടി ഹുദവി ആയിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഇസ്മായിൽ അരീക്കാടിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ഇസ്മായിൽ അരീക്കാട് അത് പ്ലേ ചെയ്തതിനു ശേഷം ഇൻഷാ അല്ലാഹ് അബ്ദുൽ ബാരി ഹുദവി മൈക്കിലേക്ക് വരണം എന്നുകൂടി ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഖലോക സുവർഗത്തിൻ കവാടം റയ്യാൻ, സുഹൃതങ്ങളിലേറ്റി റമളാൻ കനിഞ്ഞതയ്യാൻ, അടിയാക്കൾ കൂടയവൻ പൊറുക്കും കാലം
അഫുവിന്റെ തിരുനോട്ടം തുണയ്ക്കും കാലം സുഖലോക സുവർഗത്തിൻ കവാടം റയ്യാൻ സുഹൃതങ്ങൾ എത്തി റമളാൻ കനിഞ്ഞതയ്യാ പുണ്യദിനങ്ങളെടുത്തുപവാസം എണ്ണിയതിൻ പകലിൽ ഒരു മാസം നിന്ന് തൊഴുതിരവിൽ അഭിനേഷം പുണ്യദിനങ്ങളെടുത്തുപവാസം എണ്ണിയതിൻ പകലിൽ ഒരു മാസം നിന്ന് തൊഴുതിരവിൽ അഭിനേഷം ദേശത്താലീലാതിങ്കൽ ലയിക്കും നേരം ദോഷങ്ങൾ ആടങ്കലും പൊറുക്കും നേരം നേശത്താലീലാതിങ്കൽ ലയിക്കും നേരം ദോഷങ്ങൾ ആടങ്കലും പൊറുക്കും നേരം 1000 മാസത്തിലേറെ തവാബ് 1000 തുണ തേടി ജവാബ് ലൈലത്തുൽ ഖദറിൻ തിരുരാവ് 1000 മാസത്തിലേറെ തവാബ് 1000 തുണ തേടി ജവാബ് ലൈലത്തുൽ ഖദറിൻ തിരുരാവ് നാഥന്റെ കാരുണ്യം പെയ്തിറങ്ങും രാവ് നാസുതോടാടുത്തംലാക്കിറങ്ങും രാവ് നാഥന്റെ കാരുണ്യം പെയ്തിറങ്ങും രാവ് നാസുതോടാടുത്തംലാക്കിറങ്ങും രാവ് ഇച്ഛകളിട്ട് തടീസ്ഫുടം ചെയ്ത് ലക്ഷ്യം സിറാത്ത് മനസ്സിൽ നിനയ്ത്ത് തക്കമ ആകെ കൊതിച്ചവ നോമ്പ് ഇച്ഛകളിട്ട് തടീസ്ഫുടം ചെയ്ത് ലക്ഷ്യം സിറാത്ത് മനസ്സിൽ നിനയ്ത്ത് തക്കമ ആകെ കൊതിച്ചവ നോമ്പ് നോമ്പിന്റെ ആകെക്കാരെ വിളിക്കും നാളെ സ്വർഗീയ വാതിൽ റയ്യാൻ തുറക്കും നീളേ നോമ്പിന്റെ ആകൽക്കാരെ വിളിക്കും നാളെ സ്വർഗീയ വാതിൽ റയ്യാൻ തുറക്കും നീളേ സുഖലോക സുവർഗത്തിൻ കവാടം റയ്യാൻ സുഹൃതങ്ങൾ ഏറ്റി റമളാൻ കനിഞ്ഞതയ്യാൻ അടിയാர்கள் കൂടായവൻ പൊറുക്കും കാലം അഫുവിന്റെ തിരുനോട്ടം തുണയ്ക്കും കാലം സുഖലോക സുവർഗത്തിൻ കവാടം റയ്യാൻ സുഹൃതങ്ങൾ ഏറ്റി റമളാൻ കനിഞ്ഞതയ്യാ السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على من أرسل رحمة للعالمين سيدنا محمد النبي الأمين وعلى آله وصحبه الفائزين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. صدق الله مولانا العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനാദരങ്ങൾ നിറഞ്ഞ സാദാത്യങ്ങളെ, ശ്രേഷ്ഠരായ ഉസ്താദുമാരെ, പണ്ഡിതരെ,
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരുപാട് പഠന ക്ലാസുകളൊക്കെ കേൾക്കാനും ആരാധനകളിലൊക്കെ മുഴുകാനും അൽഹംദുലില്ലാഹ് കുറെയൊക്കെ നമുക്ക് സാധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിയിലായി അവനിഷ്ടപ്പെട്ട വിധത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇരുലോകത്തും വിജയിക്കുന്ന സാലിഹീങ്ങളിൽ, അള്ളാഹു സ്വീകരിക്കുന്ന ആളുകളിൽ നമ്മെയും അള്ളാഹു, നമ്മുടെ ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, നമ്മുടെ സ്നേഹജനങ്ങൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അല്പനേരം നമുക്ക് നസീഹത്ത് നൽകി ആ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സദസ്സിന്റെ തുടർച്ചയാവാൻ സാധിച്ചതിൽ അൽഹംദുലില്ലാഹ് സർവശക്തനായ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. ഇൻഷാ അല്ലാഹ് പല ക്ലാസുകളും കഴിഞ്ഞു. നോമ്പിന്റെ വിവിധ വശങ്ങളും നോമ്പിൽ ചെയ്യേണ്ട ഇബാദത്തുകളും നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രപരമായ പല വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നോമ്പിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവിന്റെ നോമ്പ്. രണ്ട് നിലക്ക് പറഞ്ഞാലും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ സിയാമ്, നോമ്പ് എന്ന് പറയുന്നത്. അതിനെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്ക് അതിന്റെ ഗുണങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഔന്നത്യം ആത്മാവിലേക്ക് പ്രസരണം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി വിജയിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി എന്നാണ്. നമുക്കറിയാം, അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ അധ്യായം ഒന്നാമത്തെ വചനം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ വിശുദ്ധ ഗ്രന്ഥം ഒരു സംശയത്തിനുമിടയില്ലാത്ത, ഒരു കളങ്കവുമില്ലാത്ത ഈ വിശുദ്ധ ഗ്രന്ഥം ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗമായിട്ടാണ്. അള്ളാഹു ആദ്യമായി പരാമർശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തഖ്വയുള്ള ആളുകൾക്ക് സന്മാർഗമായിട്ടാണ് ഈ ഗ്രന്ഥത്തെ നാം നൽകുന്നത്, അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയണം. തുടക്കത്തിൽ തന്നെ തഖ്വയാണ് പരാമർശം. അൽ ബഖറയിലൂടെ നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യമായി അള്ളാഹു യാ അയ്യുഹന്നാസ് എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട്, മുഴുവൻ സൃഷ്ടികളെയും, മുഅ്മിനെയും കാഫിറിനെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞ് അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുന്നേ കഴിഞ്ഞു പോയ ആളുകളെയൊക്കെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. ഖുർആന്റെ ആദ്യത്തിൽ പറഞ്ഞു, മനുഷ്യരെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, റമളാനിന്റെ ലക്ഷ്യവും പറഞ്ഞു. ഒക്കെ പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഒറ്റവാക്കിൽ നമ്മൾ പലപ്പോഴും അതിനെ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുകയും വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് തഖ്വ എന്ന് ഒറ്റവാക്കിൽ പറയാറുണ്ടെങ്കിലും അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, തഖ്വ ഹാഹുന. തഖ്വ എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്, അള്ളാഹുവിന്റെ നോട്ടസ്ഥാനമായ ഹൃദയം. ആ ഹൃദയത്തിലാണ് യഥാർത്ഥത്തിൽ തഖ്വയുണ്ടാവുന്നത്. ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ മനുഷ്യൻ നന്നാകുന്നു, അവന്റെ കർമ്മങ്ങൾ നന്നാകുന്നു. അത് മോശമായാൽ മനുഷ്യൻ ദുഷിച്ചവനാകുന്നു, അവന്റെ കർമ്മങ്ങൾ ദുഷിക്കുന്നു. ഇതൊക്കെ നമുക്കറിയുന്ന അടിസ്ഥാനപരമായ ചില വസ്തുതകളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങളാണ്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നോമ്പ് നമ്മെ ക്ഷണിക്കുന്നത്, നോമ്പ് കൊണ്ട് അള്ളാഹു ലക്ഷീകരിക്കുന്നത്. ആ അടിസ്ഥാനപരമായ തഖ്വയെ ഊട്ടിയുറപ്പിക്കലാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയ നോമ്പും ആ രീതിയിലുള്ള നോമ്പാണ്. നമ്മളൊക്കെ യാത്രികരാണ്, പരലോകത്തെ ലക്ഷ്യം വെച്ച്, അള്ളാഹുവിന്റെ ലിഖാഇനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്.
അതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാഹനം എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളുള്ള വാഹനമാണെങ്കിൽ അവന്റെ യാത്ര കൂടുതൽ സുരക്ഷിതമായിരിക്കും. ലക്ഷ്യത്തിലേക്ക് കൂടുതൽ സുരക്ഷിതമായി അവൻ എത്താൻ സാധിക്കും. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളാണ് എന്നെ കേൾക്കുന്നവരിൽ ഭൂരിഭാഗവും. നമ്മളൊരു ദൂരത്തേക്കുള്ള ദീർഘയാത്രക്ക് നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ നമ്മുടെ വാഹനം എല്ലാ നിലക്കും നല്ല പവറുള്ള എല്ലാ ഫുൾ ഓപ്ഷനായ ഒരു വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതിലെല്ലാ സൗകര്യങ്ങളുണ്ട്. അതിന്റെ വീല് 4 വീൽ ഡ്രൈവ് ആണ്, എവിടെ നമുക്കത് ഓടിക്കാൻ പറ്റും. അതിന്റെ ഗിയർ ഓട്ടോമാറ്റിക് ആണ്, അല്ലെങ്കിൽ അതിന്റെ വിൻഡോസ് പവർ വിൻഡോസ് ആണ്, സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ്, അതിന്റെ മിറർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിന്റെ സെൻസർ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുള്ള എല്ലാ സംവിധാനമുള്ള ഒരു വാഹനം നമുക്കുണ്ടാവും എന്ന് സങ്കല്പിക്കാം. വേറെ ഒരാൾ യാത്ര ചെയ്യുന്നത് അത്രയൊന്നും സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു സാധാ കാറിൽ, അതിൽ ഇത്രയൊന്നും പറഞ്ഞ സൗകര്യങ്ങളില്ല, അതിന്റെ വിൻഡോസിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സെൻസർ ഇല്ല, സ്പീഡിന് ലിമിറ്റ് ഉണ്ട്, എല്ലായിടത്തും ഒരുപോലെ ഓടൂല. ഇങ്ങനത്തെ ഒരു വാഹനം രണ്ടാളും പോകുന്നത് ഒരേ ലക്ഷ്യത്തിലാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയാൻ സാധിക്കും, സുരക്ഷിതമായി ലക്ഷ്യത്തിലേക്ക് എത്തുന്നവനും പെട്ടെന്ന് എത്തുന്നവനും എല്ലാ ഓപ്ഷനും ഉള്ള വാഹനത്തിൽ യാത്ര ചെയ്യുന്നവനാണ്. എന്നതുപോലെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പമായ ഒരു വഴിയായിട്ടാണ് നോമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെ സോമുൽ അവാമെന്നും സോമുൽ ഖവാസ് എന്നും ഖവാസുൽ ഖവാസ് എന്നൊക്കെ ആയിട്ട് മിഹിയയിലൊക്കെ തരംതിരിച്ചതൊക്കെ നമുക്കറിയാം. അപ്പൊ അതില് ഏറ്റവും മിനിമം എടുത്ത് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്. മിനിമം കൊണ്ട് യാത്ര ചെയ്യേണ്ടവനല്ല മുഅ്മിൻ. നോമ്പ് അള്ളാഹു എന്തിനാണോ ശർആക്കിയത് അതിന്റെ ഫുൾ ഓപ്ഷൻസും സ്വീകരിച്ച് യാത്ര ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ യാത്ര സുരക്ഷിതമായി ലക്ഷ്യം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിയുള്ളവനാണെങ്കിൽ അള്ളാഹു നൽകിയ 30 ദിവസങ്ങളെ കാര്യക്ഷമമായി ചിന്തയോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നോമ്പിന്റെ ആത്മാവെന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുമൊക്കെ നോമ്പ് വരുമ്പോഴേക്ക് അത്യാവശ്യത്തോടുകൂടി ഒരുങ്ങാറുണ്ടായിരുന്നു. സഹാബത്തിനെ കുറിച്ചും സലഫ് സാലിഹീങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന കിതാബുകളിൽ കാണാൻ സാധിക്കും, 6 മാസം മുന്നേ അവര് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്തിരുന്നു. 6 മാസം മുന്നേ ദുആ ചെയ്യുമായിരുന്നു. പിറ്റത്തെ 6 മാസം റമളാൻ കിട്ടിക്കഴിഞ്ഞ് പിറ്റത്തെ 6 മാസം അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമളാൻ, അല്ലാഹുവേ ഇബാദത്ത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് റമളാനിനെ ധന്യമാക്കി, പക്ഷെ നീ അത് സ്വീകരിച്ചില്ലെങ്കിൽ എന്ന ഭയപ്പാടോടുകൂടി അടുത്ത 6 മാസം അവർ ദുആ ചെയ്യുമായിരുന്നു. വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് 6 മാസവും അത് സ്വീകരിക്കാൻ വേണ്ടി 6 മാസത്തെ ദുആയും അത്രമാത്രം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഏറ്റവും സൗഭാഗ്യകരമായ നിമിഷങ്ങളായിട്ടാണ്, സമയമായിട്ടാണ്, മാസമായിട്ടാണ് വിശുദ്ധ റമളാനിനെ സലഫ് സാലിഹീങ്ങൾ കണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ തങ്ങൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ മാസം വരുന്നതിന് മുന്നേ സഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉത്ബോധിപ്പിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാസം വരാനുണ്ട്, അതിനൊരുപാട് പുണ്യങ്ങളുണ്ട്, അതിന്റെ കർമ്മങ്ങൾക്ക് ഇരട്ടി 10 മടങ്ങ് 70 ഇരട്ടിയൊക്കെ പ്രതിഫലമുണ്ട്, പിശാചിനെ ബന്ധിപ്പിക്കപ്പെടും, നമുക്കറിയാവുന്ന ഹദീസാണ്. അപ്പോ അതൊക്കെ നബിതങ്ങൾ മുന്നറിയിപ്പ് നൽകി, ഈ സന്തോഷ വാർത്ത അറിയിച്ചു. ഇതിനൊക്കെ പിന്നിൽ നബിതങ്ങൾ എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം കൽപ്പിച്ചു? അതുപോലെ തന്നെ അള്ളാഹു അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വാന അജ്സിബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പ്രത്യേകം നോമ്പിനെ കുറിച്ച് പറഞ്ഞു. നോമ്പുകാരായ ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകമായ റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടം തന്നെ അള്ളാഹു നിശ്ചയിച്ചു. എന്തുകൊണ്ട്? നോമ്പുകാരനായ ആളുടെ വായിൽ നിന്ന് വരുന്ന ഗന്ധം അതിന് നാളെ പരലോകത്ത് അതിസുഗന്ധമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ വളരെ പ്രാധാന്യത്തോടുകൂടി അള്ളാഹുവിന്റെ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ഈ നോമ്പിനെ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ആത്മാവെന്തെന്ന് അടുത്തറിയേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. അതറിയാതെ പോയാൽ കേവലം അള്ളാഹുവിന് വേണ്ടി കുറെ പട്ടിണി കിടന്നു എന്നതിന് കവിഞ്ഞൊന്നും നമുക്ക് നേടാൻ സാധിക്കില്ല. വിശദീകരിക്കേണ്ട കാര്യമില്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നൊക്കെ നമ്മൾ ആശയം ഉൾക്കൊണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നോമ്പിന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്തയെ ഉണർത്താൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മുടെ കൂട്ടായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർഹിക്കുന്ന രീതിയിൽ ഈ നോമ്പിനെ ഉൾക്കൊള്ളാനും അതുകൊണ്ട് ആത്മീയമായ ഉത്കർഷവും ഉയർച്ചയും നേടിയെടുക്കാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരിക്കലൊരു ഡോക്ടർ
രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ നാഡി പിടിച്ചു നോക്കി. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രോഗിയായത് എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ രോഗം എന്തെന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം രോഗിയാണ് താൻ. അങ്ങനെ രോഗിയെ അടുത്ത് ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ അദ്ദേഹത്തിന്റെ കൈന്റെ മിടിപ്പ് പരിശോധിച്ചു. മിടിപ്പ് പരിശോധിച്ചപ്പോ നോർമലാണ്, വളരെ നോർമൽ എന്ന് പറഞ്ഞാൽ വീക്കാണ്, ഒരു കഷ്ടി മിടിപ്പ് മാത്രമുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അപ്പൊ അല്പം വ്യത്യാസം വന്നു. അദ്ദേഹത്തിന്റെ വീട്ടുകാരെ കുറിച്ച് ചോദിച്ചു, വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അദ്ദേഹത്തിന്റെ അയൽപ്പക്കത്തിലെ പല ആളുകളെ കുറിച്ചും ചോദിച്ചു. അപ്പൊ കുറച്ചുകൂടി വ്യത്യാസങ്ങൾ വന്നു. ഒരു പ്രത്യേക അയൽവാസിയുടെ പേര് പറഞ്ഞപ്പോ ആ വ്യക്തിയുടെ മിടിപ്പ് കുറച്ചുകൂടി കൂടുന്നതായി ഡോക്ടറിന് അനുഭവപ്പെട്ടു. അപ്പോ ഡോക്ടർ ആ അയൽവാസിയുടെ മക്കളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ചോദിച്ചു. അതിലൊരു മകളുടെ പേര് പറഞ്ഞപ്പോ ഈ രോഗിയുടെ മിടിപ്പ് വല്ലാതെ വർദ്ധിക്കുകയും ആ രോഗി എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. പിന്നെയാണ് ഡോക്ടർക്ക് മനസ്സിലായത്, ഇദ്ദേഹം ഈ പെൺകുട്ടിയുമായി അനുരാഗത്തിലായി, വല്ലാത്ത ഒരു മനപ്രയാസത്തിലായി, അദ്ദേഹത്തിന്റെ ആ പ്രണയം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത വിഷമത്തിൽ അദ്ദേഹം രോഗിയായി തീർന്നതാണ്. ആശിഖായ ഒരു മനുഷ്യൻ, ഒരാളിലേക്ക് അണയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പുകൾ ഈ രീതിയിൽ ഉയരുന്നു എങ്കിൽ അള്ളാഹുവിലേക്കും ഇതുപോലെ അള്ളാഹു എന്ന് കേൾക്കുമ്പോ, റമളാൻ എന്ന് കേൾക്കുമ്പോ, ഖുർആൻ എന്ന് കേൾക്കുമ്പോ മിടിക്കുന്ന നമ്മുടെ ഊർജവും നമ്മുടെ ജീവനുമൊക്കെ തുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് നമുക്ക് വളരാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കാനാണ് ഞാൻ ഈ ലളിതമായ ഒരു സംഭവം, ഒരു കഥ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. അള്ളാഹുവിലേക്ക് അജിൽതു ഇലൈക റബ്ബി ലിതർളാ എന്ന് പറയാൻ സാധിക്കണം. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാനിതാ തിരക്ക് കൂട്ടി നിന്നിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ തീർച്ചയായും ഉയരേണ്ടതുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു സ്ത്രീയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരു സ്ത്രീ വളരെ ആബിദത്തായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഉറക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എവിടെയെങ്കിലും മരണം വിൽക്കപ്പെടുന്നുവെങ്കിൽ എനിക്കതൊന്ന് വാങ്ങണമായിരുന്നു. മരണം എവിടെയെങ്കിലും വിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കത് വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പൊട്ടിക്കരയാം. അപ്പോ ആ സ്ത്രീയുടെ അടുത്ത് കൊണ്ട് ഒരാൾ ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് നീ മരണത്തെ പുൽകാൻ ആഗ്രഹിക്കുന്നത്? നീ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകേണ്ടവളല്ലേ, എന്ത് ധൈര്യത്തിലാണ്? നീ ഒരുപാട് അമല് ചെയ്തിട്ടുണ്ടോ? ആ ധൈര്യമാണോ എന്ന് ചോദിച്ചപ്പോ ആ ആബിദത്തായ സ്ത്രീ പറഞ്ഞത്, ലാ വലാകിൻ ലഹുബ്ബി ഇയ്യാഹു വഹുസ്നി വന്നി ബിഹി, അല്ല, ഞാൻ എന്റെ അമലിന്റെ പിൻബലത്തിലല്ല ഞാൻ അള്ളാഹുവിനെ പ്രാപിക്കാൻ വേണ്ടി മരണത്തെ കൊതിക്കുന്നത്, മറിച്ച് അള്ളാഹുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്കെന്റെ റബ്ബിനെ കാണണം, എനിക്കെന്റെ റബ്ബിലേക്ക് അണയണം, അതെന്റെ വല്ലാത്ത ആഗ്രഹമാണ്. ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന റബ്ബ് എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അഫതറാഹു യുഅദ്ദിബുനി വഅന ഉഹിബ്ബുഹു, ആ റബ്ബ് എന്നെ ശിക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആ റബ്ബിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആബിദത്തായ ഒരു സ്ത്രീ റബ്ബിന്റെ ലിഖാഇന് വേണ്ടി കൊതിക്കുകയും അങ്ങനെ മരണമെന്ന ആ ഒരു കടമ്പ കൂടി കഴിഞ്ഞു കിടക്കാൻ കൊതിക്കുകയും ചെയ്യുന്ന, മരണം വിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കണമായിരുന്നു എന്ന് ഉറക്കെ പറഞ്ഞ് കരഞ്ഞിരുന്ന ഒരു സ്ത്രീയുടെ സംഭവം ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായ ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരായ നമ്മളൊക്കെ ഉയരേണ്ടതുണ്ട്. അത് ഹവാസിന്റെ അവസ്ഥയായി നമ്മൾ മാറ്റി നിർത്തി നമ്മൾ വെറും സാധാരണക്കാരനാവാൻ ശ്രമിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ നഫഹാത്തുകളിലേക്ക്, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാവാൻ ലഭിക്കുന്ന ഈ അസുലഭ മുഹൂർത്തങ്ങളെ ഉൾക്കൊള്ളുകയും അതിന്റെ ആത്മാവിനെ തൊട്ടറിയാനുള്ള ശ്രമം നടത്തുകയും ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ബുദ്ധിയുള്ളവരായ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. മഹാനായ യഹ്യ ഇബ്നു മുആദ് മഹാനവറുകൾ പറയുന്നു, മഫാസുദ് ദുനിയ തുഖ്തഉ ബിൽ അഖദാമി വമഫാസുൽ ആഖിറതി തുഖ്തഉ ബിൽ ഖുലൂബ്. ദുനിയാവിലെ ദൂരങ്ങൾ എന്ന് പറയുന്നത് അത് കാൽനടയായിട്ട് നമ്മൾ മുറിച്ചു കടക്കേണ്ടതാണ്. എന്നാൽ മഫാസുൽ ആഖിറതി തുഖ്തഉ ബിൽ ഖുലൂബ്, ആഖിറത്തിൽ നമുക്ക് വലിയ വലിയ ദറജകളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഹൃദയം നന്നായാൽ മതി. ഹൃദയം കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. വളരെ എളുപ്പമാണ് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. കാൽനടയായി നടന്നു തീർക്കേണ്ട കാതങ്ങളെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, അല്ലെങ്കിൽ വാഹനം വേണം. പക്ഷേ അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ ലിഖാഅ്, നബിതങ്ങളോടുള്ള സാമീപ്യം, ഹൗദുൽ കൗസർ, സ്വർഗം, ഇങ്ങനെയുള്ള വലിയ വലിയ നേട്ടങ്ങളെ, പരലോകത്തെ വലിയ ദൂരത്ത് എന്ന് നമ്മൾ ധരിക്കുന്ന ലക്ഷ്യങ്ങളെയൊക്കെ നേടിയെടുക്കാൻ ഖൽബ് നന്നായാൽ മതി. അതുകൊണ്ട് ഈ മദിന്നത്ത്, ഈ തഖ്വയുടെ സ്ഥാനമായ,
തഖ്വ നിലകൊള്ളുന്ന ഹൃദയത്തെ ശുദ്ധീകരിക്കാനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, അള്ളാഹുവിനെ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണവും ത്യാഗവും ഒന്നും ഒരു പ്രയാസമില്ല, ഒരു പ്രശ്നമായിട്ട് തോന്നൂല. നമുക്കറിയാമല്ലോ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ നബിയെ കാണാൻ പോയ സംഭവം. മഹാനായ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ പോയ സംഭവം വിശുദ്ധ ഖുർആൻ വളരെ സവിസ്തരം കൗതുകകരമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ സംഭവം വിവരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പോകുന്ന സമയത്ത് ക്ഷീണം തോന്നി, അല്ലേ? فقال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാത്രയില് കുറച്ച് ക്ഷീണമൊക്കെ നമുക്ക് വന്നു, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ. യാത്രയിൽ ക്ഷീണം വന്നു, നമുക്കിനി ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്ന ഒരു രംഗം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതേ സംഭവവും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്നെ തൗറാത്ത് വാങ്ങാൻ പോയ സംഭവം തമ്മിൽ തുലനം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ആ വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു കാണാനായി ഒരു സമയം കൊടുത്തു. ആ സമയം കൊടുത്തതിന് മുന്നേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു 30 ദിവസത്തെ സമയം പറഞ്ഞു. 30 ദിവസം കഴിയട്ടെ. ആ 30 ദിവസം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പനുഷ്ഠിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് സമയമായി എന്ന് കരുതി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണാൻ കൊതിച്ച് നിൽക്കുമ്പോഴാണ് 10 ദിവസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് 10 ദിവസത്തിന് കൂടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയാണ്. 40 ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റബ്ബിന്റെ ലിഖാഇനെ കൊതിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പ്, ത്യാഗം, ഭക്ഷണം ഒക്കെ ഒഴിവാക്കി അള്ളാഹുവിനെ കാണണം, അള്ളാഹുവിനെ കാണണം. 30 ആണെങ്കിലും 40 ആണെങ്കിലും വളരെ ആവേശത്തോടു കൂടിയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പനുഷ്ഠിക്കുന്നത്. റബ്ബിനെ കാണാൻ വേണ്ടി ത്യാഗം. എന്നാൽ മനുഷ്യനായ ഖൽഖിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ക്ഷീണം വന്നു, ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി എന്നതൊക്കെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയാം. അപ്പൊ അതുകൊണ്ട് റബ്ബിലേക്ക് യാത്ര ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ത്യാഗവും അല്ലെങ്കിൽ കഷ്ടപ്പാടും നോമ്പും ഇതൊന്നും ഒരു പ്രയാസവുമല്ല. മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം കൈവന്നത് ഇതുപോലൊരു നോമ്പ് കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ടാണ് അസ്സൗമു ലീ വഅന അജ്സി ബിഹി, അല്ലെങ്കിൽ അള്ളാഹു പ്രത്യേകമായി പ്രതിഫലം നൽകുമെന്ന് പറയുന്ന, അള്ളാഹു പ്രത്യേകമായ ഒരു വാതിൽ തന്നെ സംവിധാനിച്ച, ഒരു കവാടം തന്നെ സംവിധാനിച്ച ഒരു അവസ്ഥയിലേക്ക് നോമ്പ് ഉയരുന്നത് ഈ ഒരു വലിയ ഒരവസ്ഥ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിനൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ്. അതാണ് നോമ്പ് കൊണ്ട് ഒരു മനുഷ്യന് ഉയരാൻ കഴിയുന്ന. റബ്ബിനെ കാണാൻ അള്ളാഹു ഒരു 40 ദിവസം നോമ്പനുഷ്ഠിക്കണം എന്ന് പറയാം. അത് വല്ലാത്ത ആത്മീയമായ ഒരു ഉയർച്ചയുടെ ഒരു കാരണമാണ്, അല്ലെങ്കിൽ അത് മനുഷ്യനെ ശുദ്ധീകരിക്കാൻ, ആത്മീയമായി അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുക, ഹൃദയത്തിന്റെ ആത്മീയമായ നിലവാരത്തെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വിശുദ്ധ റമദാൻ നമുക്ക് കാരണമായി തീരണം. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് റമദാൻ എന്ന് പറഞ്ഞാൽ അത് ചാർജ് ചെയ്യാനുള്ള സമയമാണ്. ഈമാന് കൊണ്ട് കൽബിനെ നിറക്കാനുള്ള സമയമാണ്. നമുക്കറിയാം, റമദാൻ എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് നമ്മള് ഒഴിവാക്കലാണ്. നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കലാണ്. നോമ്പ് എന്ന് പറയുന്നത് പുതുതായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നോമ്പ് എന്ന് മാത്രം പറയുമ്പോൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നു, സുഖഭോഗങ്ങൾ ഒഴിവാക്കുന്നു, കണ്ണിനെ നിയന്ത്രിക്കുന്നു, നാവിനെ നിയന്ത്രിക്കുന്നു, ചലനങ്ങളെ നിയന്ത്രിക്കുന്നു, ഒക്കെ നിയന്ത്രിക്കാം. ഇതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോ ചെയ്യാതിരിക്കലുകളാണ് യഥാർത്ഥത്തിൽ നോമ്പിന്റെ ആകത്തുക. എന്നാൽ അതേസമയം തന്നെ നമ്മെ ചാർജ് ചെയ്യുന്ന മറ്റൊരു വശം അവിടെ കിടക്കുന്നുണ്ട്, ഇബാദത്തുകൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ കൊണ്ട് ഇബാദത്തുകൾ, ഖിയാമുൽ ലൈൽ കൊണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ചാർജ് ചെയ്യണം. അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധ ചെയ്യാണ്, ഒരുപാട് തിന്മകളുടെ വശങ്ങൾ നമ്മൾ പൊഴിച്ചു കളഞ്ഞ് നമ്മൾ മനസ്സിനെയും ഹൃദയത്തെ ശരീരത്തെയും ഒക്കെ ഇങ്ങനെ ശുദ്ധീകരിച്ച് ഒഴിവാക്കി ക്ലീൻ ചെയ്യുന്നു. മറുവശത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഈ രണ്ടും കൂടി ഒരുമിക്കുന്ന ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ റമദാൻ അല്ലെങ്കിൽ നോമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ഹൃദയം ശുദ്ധീകരിച്ച ആളുകൾക്ക് റബ്ബിന്റെ അടുത്ത സ്ഥാനമുള്ളൂ. ഹൃദയം ശുദ്ധീകരിച്ച ആളുകൾക്ക് റബ്ബിന്റെ അടുത്ത സ്ഥാനമുള്ളൂ. തഖ്വയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഖൽബുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം റഖി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരിക്കൽ അബുൽ ഖൈർ തൈനാത്തി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതന്റെ അടുത്ത് അബുൽ ഖൈർ റളിയല്ലാഹു മഹാനവറുകളെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അദ്ദേഹത്തെ ഒന്ന് കണ്ട് സലാമാക്കണം
എന്ന് ഉദ്ദേശിച്ചു പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോ അദ്ദേഹം മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അബുൽ ഖൈർ റഹിമഹുല്ലാ മഹാനവറുകൾ മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പുറകിൽ ചെന്ന് നിസ്കരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാത്തിഹ കേട്ടപ്പോ ഇദ്ദേഹത്തിന് അതത്ര ഒരു ഭംഗിയായി തോന്നിയില്ല, അദ്ദേഹത്തിന്റെ ഓത്തത്ര ഭംഗിയായി തോന്നിയില്ല. അപ്പോ മഹാനായ ഇബ്രാഹിം റഹിമഹുല്ല പറയാണ്, എനിക്കത് കേട്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ തോന്നി എന്റെ ഈ യാത്ര വെറുതെയായി എന്ന് തോന്നി. അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബാത്റൂമിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ എന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പുറത്തു പോയ സമയത്ത് ഒരു സിംഹം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സിംഹം പ്രത്യക്ഷപ്പെട്ടത് കാരണം എന്റെ ആവശ്യം നിർവഹിക്കാതെ ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ കാണാൻ വന്ന ഈ മഹാനായ പണ്ഡിതനോട് അബുൽ ഖൈർ റഹിമഹുല്ലയോട് ഞാൻ സംഭവം പറഞ്ഞു, ഞാൻ അങ്ങേ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പണ്ട് ഇവിടുന്ന് പുറത്തു പോയ സമയത്ത് അവിടെ സിംഹം എന്റെ ആവശ്യം നടന്നില്ല, ഞാൻ പുറത്ത് മലമൂത്ര വിസർജനത്തിന് പോയതായിരുന്നു, അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ അബുൽ ഖൈർ റഹിമഹുല്ല തന്നെ മുന്നിൽ വരികയും അദ്ദേഹം ഒച്ചവെക്കുകയും ചെയ്തതോടുകൂടി ആ സിംഹം പോയി. ആ സിംഹം അവിടുന്ന് പോവുകയും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം സാധിച്ചെടുക്കുകയും ചെയ്തു. ഈ സംഭവം നടന്നതിന് ശേഷം അദ്ദേഹം കാര്യം നിർവഹിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോ മഹാനായ അബുൽ ഖൈർ റഹിമഹുല്ല പറയാണ്, റിസാലത്തുൽ ഖുശൈരിയയിൽ പറയുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ഇഷ്തഗൽതും ബിതഖ്വീമിൽ ലവാഖിരി ഫഖിഫ്തുഹുൽ അസദ് വഷ്തഗൽനാ ബിതഖ്വീമിൽ ഖൽബി ഫഖാഫനൽ അസദ്. നിങ്ങളൊക്കെ നിങ്ങളുടെ ലവാഹിറുകള്, പുറംപൂച്ച് അല്ലെങ്കിൽ ബാഹ്യമായ പ്രകടനങ്ങള്, ചേഷ്ടകള്, ആളുകളുടെ ദൃഷ്ടിയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി. അപ്പോ നിങ്ങൾ സിംഹത്തെയൊക്കെ പേടിക്കേണ്ടി വന്നു. എന്നാൽ വഷ്തഗൽനാ ബിതഖ്വീമിൽ ലാഹിരി അൽ ബാത്തിനി അല്ലെങ്കിൽ ഖൽബി എന്നാണ്. വഷ്തഗൽനാ ബിതഖ്വീമിൽ ഖൽബി, ഞങ്ങൾ ഹൃദയത്തെ ചൊവ്വാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫഖാഫനൽ അസദ്, ഞങ്ങളെ സിംഹം ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് വളരാൻ സാധിച്ചു. അതാണ് കൽബ് ശുദ്ധിയായാലുള്ള അവസ്ഥയും പുറം മാത്രം ഭംഗിയായാലുള്ള വ്യത്യാസം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഉത്ലുബ് ഖൽബക ഫീ സലാസി മവാത്തിൻ, നിനക്ക് ഹൃദയമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, നിന്റെ കയ്യിലാണോ നിന്റെ ഹൃദയം എന്ന് തിരിച്ചറിയാൻ പറ്റിയ ചില സന്ദർഭങ്ങളുണ്ട്. 3 സന്ദർഭങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. അതിൽപ്പെട്ട ഒന്നാണ് എന്റെ സമാഇൽ ഖുർആൻ, ഖുർആൻ കേൾക്കുന്ന സമയത്ത് നിനക്ക് നിന്റെ ഹൃദയത്തിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എങ്കിൽ നിനക്ക് ഹൃദയമുണ്ട്. വഫീ മജാലിസി ദിക്ർ, ദിക്റിന്റെ അവസരങ്ങളിൽ നിന്റെ ഹൃദയത്തിന് വല്ല വ്യത്യാസവും സംഭവിക്കുന്നുണ്ടോ, നിനക്ക് ഖുശൂഅ് വരുന്നുണ്ടോ, നിനക്ക് റബ്ബിനെ ഓർമ്മ വരുന്നുണ്ടോ, നിനക്ക് തൗബ വരുന്നുണ്ടോ എങ്കിൽ നിനക്ക് ഹൃദയമുണ്ട്. വഫീ ഔഖാത്തിൽ ഖൽവതി, നീ ഏകാന്തനായി ഒറ്റയ്ക്ക് റബ്ബും നീയും മാത്രമുള്ള സമയങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോ റബ്ബിലേക്ക് നിന്റെ ഹൃദയം മടങ്ങുന്നുണ്ടോ എങ്കിൽ നിനക്ക് ഹൃദയമുണ്ട്. എന്നാൽ ഫഇല്ലം തജിദുഹു ഫീ ഹാദിഹിൽ മവാത്തിൻ, ഈ സ്ഥലങ്ങളിലൊന്നും നിനക്ക് ഹൃദയം ഉണ്ടെന്ന് അനുഭവപ്പെടുന്നില്ലെങ്കിൽ, ഖുർആൻ കേൾക്കുമ്പോ ഒരു ചലനം വരുന്നില്ല, ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ട് ഒരു വ്യത്യാസം തോന്നണില്ല, ഒറ്റയ്ക്കിരിക്കുമ്പോ അള്ളാഹുവിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല, റബ്ബിന്റെ ഓർമ്മയിലേക്ക് ഹൃദയം പോകുന്നില്ല എങ്കിൽ ഫസലില്ലാഹ അൻ യമുന്ന അലൈക ബിഖൽബിൻ, അള്ളാഹുവിനോട് നീ ചോദിക്കണം ഒരു ഹൃദയത്തെ തരാൻ. ഫഇന്നഹു ലാ ഖൽബ ലക്, നിനക്ക് ഹൃദയമില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. നിനക്ക് ഹൃദയമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാവണം. നമ്മൾ നിസ്കാരത്തില് ഖുശൂഇല്ലാത്ത വിഷയങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ കൈകളിൽ നമ്മുടെ ഹൃദയത്തെ കിട്ടാത്തതിനെ കുറിച്ച് നമ്മൾ പരിതപിക്കാറുണ്ട്. അത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഹൃദയം നമ്മുടെ കൈകളിൽ വരുന്നത്. നിസ്കാരത്തിന്റെ കാര്യം പറയാം. നിസ്കാരം എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന കർമ്മം മാത്രമാവുമ്പോഴാണ് ഹൃദയം നമ്മുടെ കൂടെ വരാതിരിക്കുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നിസ്കാരം എന്ന് പറയുന്നത് അത് ബാങ്ക് മുതലേ തുടങ്ങുന്നുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോഴേ അള്ളാഹുവിലേക്കുള്ള വിളി ആണ് ആ കേൾക്കുന്നത് എന്ന ബോധം, റബ്ബെന്നെ വിളിക്കുന്നു എന്ന ആ ബോധം അവിടെ മുതലേ നമ്മുടെ മനസ്സിനെ ഉണർത്തിക്കൊണ്ടിരിക്കണം. പിന്നീട് വുളു എടുക്കുമ്പോ വീണ്ടും ആ റബ്ബിലേക്കാണ് ഞാൻ പോകുന്നത്, എന്റെ അംഗശുദ്ധി ഞാൻ വരുത്തുന്നത് എന്റെ റബ്ബിനെ കാണാനാണ്, അവന്റെ മുനാജാത്തിനാണ് ഞാൻ ഒരുങ്ങുന്നത്, മനസ്സിനെ വീണ്ടും ഉണർത്തുകയാണ്. പോകേണ്ടത് പള്ളിയിലേക്കാണ്, വീണ്ടും മനസ്സുണരുന്നു. ഒന്നാമത് സഫിലെത്തുന്നു, വീണ്ടും മനസ്സുണരുന്നു. ആ നിസ്കാരത്തെ കാത്തിരിക്കുന്നത്, കാത്തിരിപ്പ് എന്ന് പറയുന്നത് മനസ്സിനെ ഉണർത്തുന്നതാണ്. ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനോടുകൂടെ ഇമാമിന്റെ കൂടെ ചെല്ലുമ്പോ അതും മനസ്സിനെ ഉണർത്തുന്നതാണ്. ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഇമാമിന്റെ കൂടെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ സ്വാഭാവികമായും നമ്മുടെ ഹൃദയം നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ ഒരുക്കം ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ. ഈ ഒരുക്കങ്ങളൊന്നുമില്ല. ബാങ്ക് കേൾക്കുന്നത് നമ്മൾ അറിയുന്നില്ല, അവ്വൽ വഖ്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല,
ഒന്നാം സ്വഫ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ ശ്രദ്ധിക്കാറില്ല. ജമാഅത്തിന്റെ പുണ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് പലപ്പോഴും ജമാഅത്തിൽ പങ്കെടുക്കാറില്ല. ആത്മാവ് നഷ്ടപ്പെട്ട നിസ്കാരത്തിന് പലപ്പോഴും ഹൃദയത്തെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നമ്മൾ വജ്ജഹത്ത് ഓതുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആദ്യമേ റബ്ബിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മൾ വായ കൊണ്ട് ഉച്ചരിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഹൃദയം കൂടെയില്ല. കാരണം നമ്മൾ പെട്ടെന്നുള്ള ജോലിയിൽ നിന്ന് പോയി കൈകെട്ടണം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഹൃദയം എന്നത് നമ്മുടെ കയ്യിലുണ്ടാവാൻ ചില മര്യാദകള്, ചില ആമുഖങ്ങള്, ചില മുന്നൊരുക്കങ്ങള് ഉണ്ടായേ മതിയാവൂ. ആ മുന്നൊരുക്കങ്ങള് നിസ്കാരത്തിൽ എന്ന പോലെ നോമ്പിലും മറ്റ് ഇബാദത്തുകളിലൊക്കെ ഉണ്ടാവുമ്പോഴേ ഹൃദയം നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അതാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെ ഹൃദയം കയ്യിലുണ്ടാവണ ഓരോ സമയം ചെക്ക് ചെയ്യാനുള്ള അവസരമാണ് ഖുർആൻ കേൾക്കുമ്പോൾ. വിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. പാരായണം ചെയ്യുമ്പോഴും പള്ളികളിലായാലും ഖുർആന്റെ സീഡി കേട്ടിട്ടായാലും മറ്റൊക്കെ ഖുർആനെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലാണ് വിശുദ്ധ റമദാനിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന് വ്യത്യാസങ്ങളില്ലെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ഭയപ്പെടണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഹൃദയമില്ല. മജ്ലിസ് ദിക്റിലെ ഖൽവത്തിന്റെ സമയത്ത് നമ്മൾ ഭയപ്പെടണം. അതേപോലെ തന്നെ ഈ ഹൃദയത്തെ ചികിത്സിക്കാനുള്ള മാർഗമായി മഹാനായ സുലൈമാനുൽ ഖവാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന്, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. രണ്ടാമത്തത്, വയറിനെ കാലിയാക്കുക. റമദാനിലാണ് ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ സാധിക്കുന്ന അവസരം. വയറിനെ കാലിയാക്കുക. മൂന്നാമത് പറയുന്നത് ഖിയാമുൽ ലൈൽ, ഷറഫുൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനിന്റെ ഷറഫ് എന്ന് പറഞ്ഞാൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ യൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല എന്നൊക്കെ പറയുന്ന ആ ഖിയാമുൽ ലൈലിന്റെ പ്രത്യേകത. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, സുബൈന്റെ ജമാഅത്തിന് പങ്കെടുക്കുന്നതിനെ കുറിച്ച്. അപ്പൊ ഈ ഖിയാമുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നത് വിശുദ്ധ റമദാനിലാണ്. തറാവീഹ് പോലെ, തഹജ്ജുദ് പോലെ, അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തുറക്കെ നിസ്കരിക്കുന്ന പ്രത്യേക ജമാഅത്തുകൾ, അതിനെന്ത് പേരിട്ടാലും ഖിയാമുൽ ലൈൽ എന്നാണ് സാധാരണ ഇവിടെ ആളുകൾ പറയുന്നത്. അപ്പോ അതിനൊക്കെ ഏറ്റവും നല്ല അവസരങ്ങളാണ്. ഇതൊക്കെ പതിവാക്കിയാൽ റമദാനിന്റെ ആത്മാവ് നമുക്ക് കൈവരും, നമ്മുടെ ഖൽബ് ചികിത്സിക്കപ്പെടും എന്ന് മഹാനായ സുലൈമാനുൽ ഖവാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു തരാണ്. 5 കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത് അൽ ഖുർആൻ, തദബ്ബുറുൽ ഖിറാഅത്തുൽ ഖുർആൻ ബി തദബ്ബുർ, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. വയറിനെ കാലിയാക്കിക്കൊണ്ടിരിക്കുക. റമദാൻ എന്ന് പറയുമ്പോൾ പ്രത്യേകമായി നമ്മളെപ്പോഴും പല ആളുകളും പല കോലത്തിലും ഒക്കെ പറയുന്നതാണ് തീറ്റയുടെ മാസമല്ല. അത് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടവരാണ്. തിന്നു തീർക്കാനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വീടുകളിൽ ചെലവ് ഉള്ള മാസമായി റമദാൻ മാറിപ്പോവാൻ ഒരു കണക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരിക്കൽ ഏതൊരു പത്രത്തിൽ ഞാൻ വായിച്ചു തോർക്കാണ്. മുസ്ലിം ലോകത്ത് എത്രയോ കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങള് റമദാൻ വഴി ഒരു നേരത്തെ മീല് മിസ് ചെയ്താൽ, ഉച്ചഭക്ഷണം ഒഴിവാക്കിയാൽ, ഇനിയിപ്പോ രാവിലെ അത്താഴത്തിന് നന്നായി കഴിച്ചു, നോമ്പുതുറ നന്നായി കഴിച്ചു എന്നാണ് ഇപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ഉച്ചകത്തെ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ ആ ഒരു എത്രയോ കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും കോടി മീൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസോട് കൂടി എല്ലാ ഘടകങ്ങളും, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചോറാണെങ്കിൽ അതിന്റെ കറി, മീന്, ഇറച്ചി, പൊരിച്ചത്, കഴിച്ചത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അറബികളെ സംബന്ധിച്ചത് ഇനി ഫ്രൂട്ട്സ്, അങ്ങനത്തെ പോലെ സാധനം, ഇതൊക്കെ ഇവിടെ കൺസ്യൂം ചെയ്യപ്പെടാതെ ബാക്കിയാവണം. അത് മറ്റു മനുഷ്യർക്ക് ലഭിക്കണം. അല്ലെങ്കിൽ ലോകത്തിന് മൊത്തത്തിൽ അത് ബാക്കിയാവണം. അടുത്ത മാസങ്ങളിലേക്കുള്ള ഒരു സേവിംഗ് ആയിട്ട് മാറണം. അത് തിന്നു തീർക്കുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല. നേരെ മറിച്ച് നമ്മളെല്ലാവരും ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ വാങ്ങിക്കുക, അതെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ, ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം പള്ളിയിലാണ് കൊണ്ടുവച്ചാൽ എത്ര ഭക്ഷണം ഉണ്ടാവും? അത് റമദാൻ കഴിയോളം എടുക്കാതെ ഓരോ ദിവസവും അതുപോലെ കൊണ്ടുവച്ചാൽ എത്രയോ ആളുകൾക്ക് മാസങ്ങളോളം കഴിക്കാനുള്ള ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ഒരു ദിവസം സ്കിപ്പ് ചെയ്താൽ നമുക്ക് ലോകത്തിന് സേവ് ചെയ്യാൻ പറ്റും. കൺസ്യൂം ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങളുടെ വലിയൊരു സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ റമദാനിന്റെ ഹിക്മത്താണെന്ന് ആ സാധു കണക്ക് കൂട്ടിയിട്ട് മുസ്ലിങ്ങളുടെ ഗുണമായിട്ട് പറഞ്ഞിരുന്നു. അത് പ്രയോഗവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ ലോകത്തിന് വലിയ ഒരു നേട്ടമാണ്. ഇത്രയും ഭക്ഷണം മുസ്ലിങ്ങൾ ലോകത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി മുസ്ലിങ്ങൾ ഒഴിവാക്കി തരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഏതായാലും അപ്പോ ഖലാഉൽ ബത്ൻ, വയറൊഴിഞ്ഞിരിക്കുക എന്നുള്ളത് കൽബിനെ ഉണർത്താൻ പറ്റിയൊരു, ചികിത്സിക്കാൻ പറ്റിയൊരു ഘടകമാണ്. ഖിയാമുൽ ലൈൽ നമ്മൾ പറഞ്ഞു. വതളറു ഇൻദ സഹർ, സഹറിന്റെ സമയത്ത് റബ്ബിലേക്ക്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ അടയാളാണ്.
അത് ഹൃദയത്തെ ഉണർത്താൻ പറ്റിയതാണ്. ഹൃദയത്തെ ഉണർത്താൻ പറ്റിയ, ഹൃദയത്തെ ചികിത്സിക്കാൻ പറ്റിയ ഒരു സമയമാണ് സഹറിന്റെ അത്താഴ സമയത്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഹൃദയം. മുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായിട്ടുള്ള സഹവാസം, ഇൽമിന്റെ മജ്ലിസുകൾ വർദ്ധിക്കുന്നു, ഇഅ്തികാഫിനുള്ള അവസരങ്ങൾ വർദ്ധിക്കുന്നു, നല്ല മനസ്സും നല്ല അമലുമായിട്ടുള്ള ആളുകളുടെ കൂടെ റമളാനിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു. ഈ എല്ലാ ഘടകങ്ങളും ഒരുപോലെ സമ്മിശ്രമായി സമ്മേളിക്കുന്ന ഒരു നല്ല സമയമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് റമളാനിന്റെ ആത്മാവാണ് ഈ വശങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് റമളാൻ കഴിയുമ്പോഴേക്കും പുതിയൊരു മനുഷ്യനായി നമുക്ക് ജനിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ മര്യാദ പഠിപ്പിക്കണം. ഒരുപാട് ആ രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു എന്ന് പറയാണ്, അള്ളാഹുവിന് ഭൂമിയിൽ ഒരുപാട് പാത്രങ്ങളുണ്ട്. അള്ളാഹു പല കാര്യങ്ങളും നിക്ഷേപിക്കുന്ന ചില പാത്രങ്ങൾ അള്ളാഹുവിനുണ്ട്. അത് നല്ലതിനെ മാത്രമേ അത്തരം പാത്രങ്ങളിലേക്ക് നല്ല പാത്രങ്ങൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ ദാനങ്ങൾ കൊടുക്കുള്ളൂ. അതാണ് മുഅ്മിനിന്റെ ഹൃദയം. മുഅ്മിന്റെ ഹൃദയം അള്ളാഹുവിന്റെ പാത്രമാണ് ഭൂമിയിലുള്ളത്. അള്ളാഹു എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അത് മുഅ്മിന്റെ ഹൃദയത്തിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഹൃദയം നന്നായെങ്കിൽ മാത്രമേ അള്ളാഹു നൽകുന്ന ആ ദാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. സലഫ് സ്വാലിഹീങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ, ഹൃദയത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബിതങ്ങളുടെ ഉപമ തന്നെ പറയുന്നത്, എന്റെ നിയോഗത്തിന്റെ ഉപമ എന്ന് പറയുന്നത് നല്ല മഴ വർഷിക്കുകയും അങ്ങനെ മഴ വർഷിച്ചിട്ട് ആ മഴയുടെ വെള്ളത്തെ ഭൂമി സ്വീകരിക്കുകയും തൽഫലമായി ഭൂമി തളിർക്കുകയും അങ്ങനെ ഭൂമിയിൽ നിന്ന് പുല്ലും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഭൂമി മുളപ്പിച്ചതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ ഉപകാരമുണ്ടായി. ആ നന്മയെ സ്വീകരിക്കുകയും ആ നന്മ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മുഅ്മിന്റെ ഉപമ അതാണ്. നല്ലതിനെ സ്വീകരിക്കും വേണം, നല്ലതിനെ മറ്റുള്ളവന് കൊടുക്കും കഴിയണം. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവന് ആത്മാവുള്ളവനായി തീരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു സ്വപ്നത്തെ കുറിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറങ്ങിക്കിടക്കുമ്പോ ഒരു കപ്പ് പാല് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കപ്പ് മുഴുവനും കുടിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർണ്ണമായി ദാഹം ശമിക്കുകയും ശരീരത്തിലൂടെ ആ ദാഹത്തിന് ശമിച്ചത് ഞാൻ ഇങ്ങനെ അനുഭവിച്ചു. എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കിയുള്ളത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഞാൻ കൊടുത്തു എന്ന് ഒരു സംഭവം, ഒരു സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, ഫമാ അവ്വൽതുഹു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ നിങ്ങൾ ഇതിന്റെ വ്യാഖ്യാനമായിട്ട് കാണുന്നത്? ഖാല അൽ ഇൽം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം. സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സ്വപ്നത്തിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കാര്യം കൊടുത്തത് അത് ഇൽമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഖ്യാനിച്ചു. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഉപമയുടെ മറ്റൊരു വശമാണ് ഈ പറഞ്ഞത്. മറ്റൊരു വശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തു. നമ്മൾ സാധാരണ സ്വപ്നത്തിൽ ഒരാളെ കണ്ടാല് അയാൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ഇതങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ബാക്കിയുള്ളത് കുടിക്കാൻ കൊടുക്കണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ, അതാണ് റൂഹുകൾ തമ്മിലുള്ള ബന്ധം. നമ്മൾ ഈ റമളാനിന്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനാണ് റമളാൻ അല്ലെങ്കിൽ നോമ്പ്. അപ്പോ ഈ ആത്മാവുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമു കൊണ്ടും ഹിക്മത്ത് കൊണ്ടൊക്കെ സമ്പന്നമാക്കിയിരുന്നു എന്നതിനൊരു തെളിവായിട്ട് പറയാണ് ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമു കൊടുത്തു. ഇങ്ങനെ ഈ ഗിദാഉർ റൂഹാണ് യഥാർത്ഥത്തിൽ ഇൽമു എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഗിദാഉർ റൂഹാണ് യഥാർത്ഥത്തിൽ നല്ല നല്ല വാസനകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, തീബു വന്നിസാ, നബി തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നായിരുന്നു തീബ് എന്ന് പറയുന്നത്. ഈ തീബിനെ കുറിച്ച് പറയുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, തീബ് അത് നല്ല ഹൃദയങ്ങളാണ് അത് ഇഷ്ടപ്പെടുക, നല്ല ഹൃദയങ്ങളാണ് തീബ് ഇഷ്ടപ്പെടുക. നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്കറിയാം, മുസ്ലിങ്ങളായ ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ തീബിനോട് താല്പര്യം കൂടുതൽ. അന്യമതസ്ഥർക്ക് നമ്മുടെ അത്ര തീബിനോട് താല്പര്യം അവരുടെ ഇടയിൽ നമ്മൾ കാണുന്നില്ല. തീബിനോടുള്ള താല്പര്യം അത് നല്ല റൂഹുകളുടെ ലക്ഷണമാണ്. നല്ല റൂഹ് മലക്കുകളും മറ്റൊക്കെയാണ് യഥാർത്ഥത്തിൽ തീബിനെ ഇഷ്ടപ്പെടുന്നത്. പിശാചിനത് അസ്വസ്ഥതയുണ്ടാക്കും. ശൈത്താന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മോശമായ വാസനകളാണ് എന്നൊക്കെ സാദുൽ മആദിലൊക്കെ അതുപോലെ തന്നെ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോ റൂഹിന്
ചാർജ് ചെയ്യാൻ പറ്റിയതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇൽമ്, അതുപോലെ അമല്, അതേപോലെ തന്നെ നല്ല നല്ല വാസന, ഇതൊക്കെ ഇൽമ് റൂഹിന് ചാർജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതേപോലെ തന്നെയാണ് വിശുദ്ധ റമദാനിലെ ഈ കർമ്മങ്ങളൊക്കെ നമ്മുടെ റൂഹിന് ചാർജ് ചെയ്യാൻ പറ്റും. മഹാനായ ഖാരി നാഫിഅ റളിയല്ലാഹു അൻഹു, ഖുർആന്റെ ഖുർആനികളിൽ പ്രസിദ്ധനായ നാഫിഅ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു സ്വപ്നം പറയുന്നുണ്ട് റൂഹില്. ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, മഹാനായ നാഫിഅ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മിസ്കിന്റെ സുഗന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഇതുപോലെ സുഗന്ധം എന്ന് ചോദിച്ചപ്പോ ഫഖാല, മഹാനവറുകൾ പറഞ്ഞു, മാ അമസ്തു തീബൻ വലാ ഉഖർരിബുഹു, ഞാന് തീബ് ഉപയോഗിക്കുകയോ അതിനെ എന്റെ അടുത്ത് കൊണ്ടുവെക്കുക പോലോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിന്റെ അടുത്ത് അങ്ങോട്ട് വലാ അഖ്റബുഹു, എന്റെ അടുത്ത് അങ്ങോട്ട് പോകുന്നില്ല. വലാകിൻ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി വഹുവ യഖറഉ ഫീ ഫമീ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു, നബി തങ്ങൾ എന്റെ വായിൽ ഓതി തന്നു. ഫമിൻ ദാലികൽ വഖ്തി യശുമ്മു മിൻ ഫിയ ഹാദിഹി റائح, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വായിൽ ഓതി തന്നതിനു ശേഷം ആണ് നിങ്ങൾക്ക് എന്റെ വായിൽ നിന്ന് ഈ സുഗന്ധം ലഭിക്കുന്നത്. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഓതി കൊടുത്ത് ആ ഒരു സുഗന്ധം സ്വപ്നം ഉണർന്ന് പുറം ലോകത്തെത്തിയപ്പോഴും മഹാനവറുകളുടെ വായിൽ ആ സുഗന്ധം ഉണ്ടായിരുന്നു. അതാണ് റൂഹുകൾ. റൂഹ് എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അള്ളാഹു നമ്മുടെ റൂഹിനെയൊക്കെ ഇങ്ങനെ വളർത്തി 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 വലിയൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ റൂഹ് വല്ലാത്തൊരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തും. അതേപോലെ തന്നെ മോശമായ റൂഹുകൾ മോശമായ അവസ്ഥയിൽ നിന്ന് അതപ്പതിച്ച് വല്ലാത്ത രൂപം, നായയുടെയും പന്നിയുടെയും ഒക്കെ രൂപത്തിലേക്ക് ചില ആളുകളുടെ ശരീരം, ചില ആളുകളുടെ കർമ്മങ്ങൾ മാറും എന്നൊക്കെ നമ്മളെ ഹദീസിൽ നിന്നും മറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്. ചില മഹാന്മാരായ ആളുകളൊക്കെ എല്ലാവരും ഒളു എടുക്കുന്ന ഹൗദിൽ നിന്ന് ഒളു എടുത്തിരുന്നില്ല. കാരണം അതില് ശവങ്ങളും അല്ലെങ്കിൽ നായയുടെയും പന്നിയുടെയും രൂപത്തിലുള്ള സാധനങ്ങളും കറുത്ത വസ്തുക്കളൊക്കെ ആ ഹൗദിൽ അവർ കണ്ടിരുന്നു. മറ്റുള്ള ആളുകളുടെ ദോഷങ്ങളെ അവർക്ക് അതിന്റെ രൂപത്തോടുകൂടി, അതിന്റെ മോശമായ രൂപത്തോടുകൂടി കാണിക്കപ്പെട്ടിരുന്നു. അപ്പൊ റൂഹുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിന്റെയും സലഫസാലിഹ്യങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ റൂഹ് ഉയർന്നതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കാണുന്നത് അതിൽ പെട്ടതാണിത്. അതേപോലെ തന്നെയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഗാലിബ് മഹാനവറുകളുടെ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഖബറിൽ നിന്ന് സുഗന്ധം, അദ്ദേഹത്തെ കഫൻ ചെയ്ത് മറവ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ഖബറിന്റെ ഭാഗത്ത് നിന്ന് സുഗന്ധം, മിസ്കിന്റെ ഗന്ധം വന്നിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരിൽപ്പെട്ട ഒരാള് സ്വപ്നത്തിൽ കണ്ടു ചോദിച്ചു, യാ അബാ ഫിറാസ് മാ സനഅത, നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പോ നിങ്ങൾ എന്തൊക്കെയാണ് തന്നെ ചെയ്തത് ഈ സുഗന്ധം വരാൻ? അപ്പോ മഹാനവറുകൾ പറഞ്ഞു, തിൽക റായിഹത്തു തിലാവത്തി വല്ലമഇ, ഖുർആൻ ഓതിയതിന്റെയും നോമ്പനുഷ്ഠിച്ചതിന്റെയും റായിഹത്താണ് നിങ്ങൾ ആ കാണുന്നത്. തിൽക റായിഹത്തു തിലാവത്തി വല്ലമഇ. അപ്പോ റമദാനിൽ നോമ്പനുഷ്ഠിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്. യഹ്സ്നിൽ യഖീനി വതൂലിൽ തഹജ്ജുദി വലമഇൽ ഹവാജിരി, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സ്വർഗത്തിലെത്തിയത്. ഈ റായിഹത്ത് എന്റെ ഖബറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് റായിഹത്തു തിലാവത്തി വല്ലമഇ, തിലാവത്തിന്റെയും ലമഇന്റെയും ഒക്കെ പുണ്യമായിട്ടാണ്. അപ്പൊ അല്ലാഹു ചില ആളുകളിലൂടെ അത് കാണിക്കാം. പല ആളുകളുടെ റൂഹി അവസ്ഥയിലേക്ക് ഉയരുന്നുണ്ട്. അത് ഉയർന്നെങ്കിലേ കാര്യമുള്ളൂ. അതാണ് റമദാൻ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു പറഞ്ഞത് അതാണ്. മോശമായ കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലെ അതിന്റെ മോശത്തരം ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നതിനും ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ റൂഹിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്. ഒരിക്കൽ റബീഅ ഇബ്നു റഖാശി എന്ന് പറയുന്ന ആള്, അദ്ദേഹം പറയാം, അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ടാളുകൾ വന്നു. അദ്ദേഹം ഇരുന്ന് ഒരാളെ കുറിച്ച് ഇങ്ങനെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ മഹാനായ പണ്ഡിതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഗീബത്ത് പറയല്ലേ എന്ന് പറഞ്ഞ് അവരോട് വിലക്കി. അങ്ങനെ വിലക്കി അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം അവരിൽപ്പെട്ട ഒരാൾ തിരിച്ചു വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, റബീഅ ഇബ്നു റഖാശി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനോട് പറയാണ്, എന്താ പറഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു കറുത്ത വർഗക്കാരനായ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്നു ഒരു പാത്രവുമായി. ആ പാത്രത്തില് പന്നിയുടെ മാംസത്തിന്റെ വലിയൊരു കഷ്ണം കിടക്കുന്നുണ്ട്. പന്നി മാംസത്തിന്റെ വലിയൊരു കഷ്ണം.
ഇത്രമാത്രം തടിച്ച ഒരു കഷ്ണം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു കഴിക്കും. ഞാൻ ചോദിച്ചു, ഇത് പന്നിയുടെ മാംസമല്ലേ, ഞാൻ എങ്ങനെ കഴിക്കും? അപ്പോ ആ കറുത്തിരണ്ട മനുഷ്യൻ എന്നോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, കഴിക്കാനല്ല പറഞ്ഞത്, കഴിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കഴിച്ചു. അങ്ങനെ ഫഅസ്ബഹ്തു വഖദ് തഗയ്യറ ഫമീ, ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ വായ ദുർഗന്ധം വമിക്കുന്ന വായയായി മാറിയിട്ടുണ്ട്. ഫലം യസൽ യജിദു റിഹ ഫീ ഫമിഹി ശഹറൈനി, 2 മാസക്കാലം ഈ ദുർഗന്ധം എന്റെ വായിൽ, അദ്ദേഹത്തിന്റെ വായിൽ ഉള്ളതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അങ്ങനെ നല്ല നല്ല ആളുകൾക്ക് പലതും അള്ളാഹു കാണിച്ചു കൊടുത്തിരുന്നു, പല ആളുകളെയും അള്ളാഹു ദൃഷ്ടാന്തങ്ങളാക്കിയിരുന്നു. ഇന്നും ഇത്തരം ദൃഷ്ടാന്തങ്ങൾ പലതും നമ്മൾ കാണുന്നുണ്ട്. പല തിരക്കിന്റെ ഇടയിൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതൊന്നും നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. പല രീതിയിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പല ആളുകളിലൂടെ കാണിക്കുന്നുണ്ട്, ശിക്ഷയായിട്ട് കാണിക്കുന്നുണ്ട്, പല ജീവജാലങ്ങളിൽ കാണിക്കുന്നുണ്ട്, പലതുണ്ട്. അപ്പോ പഴയ കാലത്തുള്ള ആളുകൾ ആ രീതിയിലൊക്കെ അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ചിരുന്നു. അതുകൊണ്ട് അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടു. അപ്പൊ അതാണ് മോശമായ ആളുകളുടെ റൂഹ് മോശമാവുമ്പോ അത് അള്ളാഹു കൃത്യമായി കാണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ പഴയ കാലത്ത് ഒരു മനുഷ്യൻ വല്ലാതെ നോമ്പനുഷ്ഠിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നോമ്പ് ഉറക്കുള്ളൂ. നോമ്പ് ഒൽക്കും, പിന്നെ സൗകര്യം പോലെ എപ്പോഴെങ്കിലൊക്കെ നോമ്പ് ഇങ്ങനെ മുറിക്കും. പെട്ടെന്ന് ബാങ്ക് കൊടുത്ത ഉടനെ, സമയമായ സൂര്യാസ്തമിച്ച ഉടനെ നോമ്പ് അദ്ദേഹം മുറിക്കൂല. അതിലയാൾക്ക് തീരെ ശ്രദ്ധയില്ല. അദ്ദേഹം അങ്ങനെ ഒരിക്കൽ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ അദ്ദേഹത്തെ 2 കറുത്ത ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചിട്ട് ഒരു തീകുണ്ടത്തിന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ തീകുണ്ടത്തിലേക്ക് ഇങ്ങനെ ഇടാൻ നിൽക്കുകയാണ്. ആ തീകുണ്ടത്തിലേക്ക് ഇങ്ങനെ ഇടാൻ നിന്നിട്ട് അദ്ദേഹം ആകെ പേടിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇന്ന് ഇങ്ങോട്ട് കൊടുന്നിരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങള് നബിതങ്ങള് വലിയൊരു സുന്നത്ത് പറഞ്ഞതാണ്, എന്റെ ഉമ്മത്ത് ഖൈറിലായിരിക്കും അജ്ജലുൽ ഫിത്ർ, അവര് ഫിത്റിനെ നോമ്പുതുറയെ മുന്തിക്കുന്ന കാലത്തോളം നിങ്ങൾ ആ വലിയ പുണ്യത്തിനെതിരെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നോമ്പ് എടുക്കുന്നത് ശരി തന്നെ, പക്ഷെ ഈ വലിയ സുന്നത്തിനെ നിങ്ങൾ എന്താ തീരെ മൈൻഡ് ചെയ്യാത്തത്? അങ്ങനെ ആ മനുഷ്യൻ നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ അദ്ദേഹം രാത്രിയില് ഉറക്കത്തിൽ കണ്ട ആ തീകുണ്ടത്തിന്റെ കരി, അല്ലെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം കരുവാളിച്ചത് നേരം വെളുത്തിട്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് യഥാർത്ഥത്തിൽ പ്രകടമായിരുന്നു. അദ്ദേഹം മുഖം മറച്ചുകൊണ്ടാണ് കുറെ കാലം ആളുകൾക്കിടയിൽ നടന്നിരുന്നത് എന്ന് ചരിത്രം പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ സംഭവങ്ങളാണ്. കുറെ കെട്ടുകഥകൾ പറയേണ്ട കാര്യമില്ല. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇതൊക്കെ സ്വപ്നത്തിലൂടെ ഓരോ ആളുകൾക്ക്. അപ്പൊ അർവാഹുകള്, ഈ റൂഹുകളാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു പല രീതിയിലും റൂഹുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചു കൊടുക്കും. അപ്പൊ റൂഹുകൾ ഉയർന്നതും റൂഹുകൾ താഴുന്നതുമൊക്കെ പഴയ കാലത്തൊക്കെ അള്ളാഹു കൃത്യമായി ആളുകൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അത് ആ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ബസീറത്തുള്ള ആളുകൾ അന്നുണ്ടായിരുന്നു. ഇന്നും ഇതൊക്കെ അള്ളാഹുവിന്റെ ഖൽഖില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. പക്ഷേ നമ്മളാരും പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. മഹാനായ നൂറുദ്ദീൻ ഇബ്നു സായ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, എന്റെ ഉമ്മയുടെ ഒരു സഹോദരി വളരെ സാലിഹത്തായ ഒരു സ്ത്രീയായിരുന്നു. ഒരിക്കൽ രോഗിയായി കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഇളയമയെ സന്ദർശിച്ചപ്പോ എന്നോട് ചോദിച്ചു, ഞാൻ മരണപ്പെട്ട് എന്റെ റൂഹ് അള്ളാഹുവിലേക്ക് ചെന്ന് ചേർന്നാൽ അള്ളാഹുവിനെ കാണുന്ന ഒരു സമയത്ത് ഞാൻ എന്താണ് പറയേണ്ടത് എന്നോട് ചോദിച്ചു. ആര്? ഇളയമ ചോദിക്കുകയാണ്. അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്. ഇളയമ ആബിദത്തായ സാലിഹത്തായ സ്ത്രീയാണ്. എന്താ ചോദിക്കുന്നത്? ഞാൻ എങ്ങാനും മരിച്ചാൽ എന്റെ റൂഹ് റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോ അള്ളാഹുവിനെ കാണുമ്പോ ഞാൻ ആദ്യമായി എന്ത് പറയണം എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം പറയണം, ആ ചോദ്യം കേട്ട് ഞാനും തരിച്ചുപോയി. ആ ചോദ്യം എനിക്ക് വലിയ ബുദ്ധിമുട്ടായി. ആ ചോദ്യം എനിക്കും വലിയ സൗന്ദര്യമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ എന്റെ ഇളയമാട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങൾ പറയുക, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. നിങ്ങൾ എന്ത് പറയണം? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ഈ പ്രാർത്ഥന നിങ്ങൾ പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഇളയമ മരണപ്പെട്ടതിന് ശേഷം സ്വപ്നത്തില് അദ്ദേഹം തന്റെ ഇളയമയെ കാണുന്ന സമയത്ത് ഇളയമ പറയുകയാണ്, ജസാക്കല്ലാഹു ഖൈറ, നിനക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. ഞാൻ എന്ത് പറയണമെന്ന് എന്റെ റൂഹാണ് സംസാരിക്കുന്നത്, സ്വപ്നത്തിലല്ലേ. റൂഹ് പറയണം, റബ്ബിനെ കണ്ടപ്പോ എന്ത് പറയണമെന്ന് ഞാൻ അന്താളിച്ച സമയത്ത് നീ പറഞ്ഞു തന്ന വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ ആ വാക്കുകൾ പറഞ്ഞു. അതാണ് റൂഹുകൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇതൊക്കെ പഴയ കാലത്ത് നടന്നതാണ്. അതങ്ങനെ നടക്കട്ടെ, നമുക്ക് അങ്ങോട്ടൊന്നും എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ
നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ലക്ഷ്യം തന്നെ ചെറുതാണെങ്കിൽ പിന്നെ അതിന്റെ 4 അയലത്ത് പോലും എത്താൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവം. എപ്പോഴും നരകം എന്ന് പറയുന്നത് ശഹവാത്ത് കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. സ്വർഗം എന്ന് പറയുന്നത് മകാരിഹുകൾ കൊണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. അപ്പോ എത്തിയെടുത്ത് വെച്ചിട്ട് നമ്മളാണ്ട് മസ്തതാഴ്ത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ജീവിക്കുക, അത് ശരിയല്ല. നമുക്ക് ലക്ഷ്യം വലുതാവണം. നമ്മൾ ഫിർദൗസുൽ ആല റബ്ബിനോട് ചോദിക്കണം. ഫിർദൗസുൽ ആല ചോദിച്ചെങ്കിലേ നമുക്ക് സ്വർഗാവകാശിയാവാനെങ്കിലും നമുക്ക് സാധിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ആത്മീയമായി ഉയരണമെന്നും ഖൽബിനെ ശുദ്ധീകരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചിന്താപരമായി ഉയരാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്കിലേ പ്രിയപ്പെട്ടവരെ, ഇത്തരം വിശുദ്ധമായ റമളാനും ഇതുപോലെ അനുഗ്രഹീതമായ രാവുകളും അനുഗ്രഹീതമായ ഖുർആനും ലൈലത്തുൽ ഖദ്റൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ആത്മാവിന് വ്യത്യാസം വരുള്ളൂ. അല്ലെങ്കിൽ അത് കേവലം എഴുതാൻ പറ്റിയ ഒരു നോമ്പ് നോറ്റു, ഖുർആൻ ഓതി എന്ന് എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥ മാത്രമേ നമ്മുടെ ഡയറിയിൽ എഴുതാൻ പറ്റൂ. അള്ളാഹുവിന്റെ അടുത്ത് ഈ നോമ്പ് കഴിയുന്നതോടുകൂടി നമ്മൾ ഉയർന്നിരിക്കണം. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ഖിയാമിനെ നമ്മൾ കാണുക, ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ സിയാമിനെ നമ്മൾ കാണുക, നമ്മുടെ ദാനധർമ്മങ്ങളെ കാണുക. ഒരുപാട് കർമ്മങ്ങളുണ്ടല്ലോ, എല്ലാത്തിനും 10 ഇരട്ടിയും 70 ഇരട്ടിയും ഒക്കെ അള്ളാഹു നൽകുന്നു. ആദ്യത്തെ 10 എന്ന് പറയുമ്പോൾ റഹ്മത്തിനായി അള്ളാഹു നീക്കി വെച്ചിരിക്കുക, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിനായി നീക്കി വെച്ചിരിക്കുകയാണ്, അവസാനത്തെ 10 ഇത്ഖും മിനന്നാറിന് നീക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയായിട്ടില്ലെങ്കിൽ അള്ളാഹു അവനെ ഇതിന് റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ നബി തങ്ങൾ ആമീൻ പറഞ്ഞു എന്നാണ്. അപ്പൊ അത് വല്ലാത്ത സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഈ സമയത്ത് പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കുക. തഫ്രീഖ്, അൺലോഡിങ് ചെയ്യേണ്ടത് നമ്മളെല്ലാം അൺലോഡ് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്, ഇതിൽ നിറക്കേണ്ടതൊക്കെ നമ്മൾ നിറക്കുക. ആ നിറക്കാൻ പറ്റിയ സംഭവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിവിന്റെ പരമാവധി രാത്രിയിൽ നമ്മൾ നമസ്കരിക്കുക. ഹയാത്താക്കിക്കൊണ്ട് സുബഹിക്ക് മുന്നേ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഖുർആൻ ഓതുകയും അള്ളാഹുവിന്റെ ദിക്റിലായി, ഇസ്തിഗ്ഫാറിലായി, തഹജ്ജുദിലായി നമ്മുടെ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ നമ്മൾ നമ്മുടെ സമയത്തിന്റെ വില മനസ്സിലാക്കി ഈ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും നമ്മൾ ഒരിക്കലും ഖേദിക്കേണ്ടി വരികയില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിലേക്ക് പോകാൻ വേണ്ടി 40 ദിവസം നോമ്പ് അനുഷ്ഠിച്ച് റബ്ബിനെ കണ്ടതുപോലെ ഈ നോമ്പ് കഴിയുന്നതോടുകൂടെ റബ്ബിനെ കണ്ടുമുട്ടാവുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മുടെ റൂഹിനെയൊക്കെ ഉയർത്തും. ആ രീതിയിൽ വളരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വഇന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ എന്ന് പറയുന്ന ആ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിലൊക്കെ നമ്മൾ കോറിയിടുക. വഇന്ന ശറഫൽ മുഅ്മിനിന്റെ ഷറഫ്, നമുക്ക് ഷറഫുള്ള മുഅ്മിനാവണം. താനേശുമാരിയായ പേരിൽ എണ്ണത്തിൽപ്പെടുത്തുന്ന 3-10 ലക്ഷം 1 കോടി മുസ്ലിങ്ങൾ കേരളത്തിൽ എന്ന് പറയുന്നതിൽ ഒരാളാവാൻ അതിനല്ല നമ്മൾ ഷരീഫായ മുഅ്മിനാവണം. അതിന് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഒരേ ഒരു സന്ദേശം എന്റെ നഫ്സിനോടും നിങ്ങളോടും പറയാനുള്ളത്, ഇന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ. ഒരു മുഅ്മിനിന്റെ ഷറഫ് എന്ന് പറയുന്നത് അവൻ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ റമളാൻ മുതൽ എന്റെ ജീവിതത്തിലുടനീളം ഞാൻ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുമെന്ന് റബ്ബിനോട് നമ്മൾ ഇന്ന് സത്യം ചെയ്ത് നമ്മുടെ ഹൃദയത്തോട് നമ്മൾ കരാർ ചെയ്താൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും. ആ രീതിയിൽ റബ്ബിലേക്ക് അടുക്കാൻ, അങ്ങനെ നമ്മുടെ ആത്മാവിനെ വളർത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആന്റെ അഹലുകാരിൽ അള്ളാഹു നമ്മെ നമ്മോട് ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.